Hi friends, I am Ajay Kumar, the English trainer from English Academy, Patnapuram. See, how long have you been in contact with English? How long have you been in contact with English? നിങ്ങൾക്ക് എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്? See, I think at least 12 years to a student who completed +2. At least 12 years to a student who completed +2, because we began to learn English from first standard onwards. Now we learn alphabets, we wrote exams, and many teachers, different teachers teach us. But can you speak English? Do you know English? അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് ശരിയായിട്ട് നിങ്ങൾക്ക് എഴുതാനറിയാം, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുമോ, ഇത് കേട്ടാൽ പൂർണ്ണമായിട്ടും മനസ്സിലാവുമോ, ഇത് പറയാനറിയാവോ? ഇത് നാലും അറിയത്തില്ല. കാരണം കാരണങ്ങൾ ഒത്തിരിയാണ്. ഒരു ആള് 5 വർഷം മതി MBBS പാസ്സായി പോകും. 2 വർഷം കൊണ്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ PG ചെയ്തതിന് ശേഷം ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 7 വർഷം കൊണ്ട് ഒരാളെ നമുക്കൊരു ഡോക്ടറാക്കാം. പക്ഷേ 12 വർഷം കൊണ്ട് കേരളത്തിലുള്ള ഒരാൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഗ്ലോബൽ ലാംഗ്വേജ് പഠിക്കുന്നെങ്കിലും ആ വ്യക്തിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാത്തത് എന്തുകൊണ്ട്? See, I don't think so. Every students are like that. Most of the students don't know how to handle this universal language. See, when you learn English, you become a hot property. When you learn English, you become a hot property. See, I think there are 2 types of students here. Students who know English and who do not. ഇംഗ്ലീഷ് അറിയാവുന്ന സ്റ്റുഡൻസ് എപ്പോഴും ഒരു ഹോട്ട് പ്രോപ്പർട്ടി ആയിരിക്കും. എന്താ ഹോട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? വാല്യുബിൾ പ്രോപ്പർട്ടി, വാല്യുബിൾ സ്റ്റുഡൻറ്റ്. Knowledge of English is a passport to create a good profile. Our future plans of activities, whatever it may be, totally associated to this global language. So, നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ 12 വർഷമായി ഒരു +2 സ്റ്റുഡൻറ്റ്, +2 പാസ്സായി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഈ യൂണിവേഴ്സൽ ലാംഗ്വേജുമായി ലിങ്ക് ഉണ്ടെങ്കിലും അത് പഠിക്കുന്നുണ്ടെങ്കിലും അത് ആ വ്യക്തി പഠിക്കാതിരിക്കാൻ പ്രധാന കാരണം വി ആർ ഫോളോയിങ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. സി, ഗ്രാമർ ഈസ് നെസസറി, ബട്ട് ട്രാൻസ്ലേഷൻ മെത്തേഡ് that we should avoid in our classrooms from first standard to +2. In an English period, the medium of conversation between teachers and students and the doubts from the student, explanation by the teacher, should be only in this language. When a teacher give you explanations in Malayalam or interaction in Malayalam in a classroom or communication between teachers and students in a classroom is using your mother tongue, you don't learn English, because simple, a language is learned by use, not by rules. നമ്മുടെ എത്ര കുട്ടികൾക്ക് +2 വരെ വരുന്ന കുട്ടികൾക്ക് എത്ര കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടും? എന്താ യൂസ് എന്ന് പറഞ്ഞാൽ അത് അയാൾ പറയണം, ആ സ്റ്റുഡൻറ്റ് പറയണം, ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറയണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിന് പകരം അധ്യാപകർ പഠിപ്പിച്ച് അങ്ങ് സന്തോഷിക്കുക. അത് മാറണം. Students should speak English, and the teachers should be given more opportunity to listen English. The teachers should give more importance to listening practice. How can a student get a listening practice? Teachers must speak. എത്ര ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം?
ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ, സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെറിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ബാച്ചുണ്ട്. അപ്പം അവരത് 1 മാസം കൊണ്ട് പഠിച്ചതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ഭാവി കളയാതെ ആ ക്ലാസ്സിൽ പോയി ഇംഗ്ലീഷ് പറഞ്ഞും കേൾക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കും. So always remember, when an English teacher speak English in classroom, and then only students got opportunity to listen English. It is not available in our premises. It is not available in our homely atmosphere. It is not available anywhere else in Kerala. So that can be available only in classrooms. So 12 വർഷമായി +2 കഴിയുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ സിമ്പിളാക്കണം. അതിന് ടീച്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ. എങ്ങനെയാണ് ടീച്ചേഴ്സ് റെസ്പോൺസിബിൾ ആകുന്നത്? അവർ ഇംഗ്ലീഷ് നമ്മുടെ കുട്ടികളോട് പറയുന്നില്ല, ഇംഗ്ലീഷിലല്ല പഠിപ്പിക്കുന്നത്. അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മലയാളം അവർ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഗ്രാമറും പറയും. ദിസ് മെത്തേഡ് ഷുഡ് ബി ചേഞ്ച്ഡ്. ദ ടീച്ചർ ഷുഡ് ബി ചേഞ്ച്ഡ് ഫസ്റ്റ് and teach our students in a direct method. That is simply when teachers interact with the students, and when teachers give time to interact with the students, or when teachers give time to students to interact with the teachers, that must be in English and English classroom. ഈ രീതിയിലേ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. റൈറ്റ്.